ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഇതാണ്. നമ്മളുടെ സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം, കാരപ്പം എന്നൊക്കെ പറയും, ഉണ്ണിയപ്പം. അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചരിയും ഒരു കയ്യിൽ ആട്ടപ്പൊടിയുമാണ്. അപ്പം നമുക്ക് പിന്നെ വേണ്ടത് ഇതിലോട്ട് ശർക്കര. ഞാൻ ഒരു 1.5 അച്ച് ശർക്കര. പച്ചരി എന്ന് പറയുമ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. അതിന് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരക്കുമ്പോൾ തന്നെ ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർക്കണം. അപ്പോൾ ശർക്കരയും പച്ചരിയും ഒരു 3 ഏലക്കയും ഒരു കയ്യിൽ ആട്ടപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഈ ഒരു കട്ടിയിലാണ്, അതായത് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരക്കുന്ന പോലെ കുറച്ച് കട്ടിയിലാണ് അരക്കേണ്ടത്. 3 ചെറിയ പഴവും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഞാൻ പഴമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇതിലോട്ട് അരക്കുമ്പോൾ ഈ കയ്യിലിന് ഒരു കയ്യിൽ ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 3 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. ഇതിലോട്ട് ചുടുമ്പോൾ ഞാൻ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് മുന്നേ എടുത്ത് വെക്കാൻ വിട്ടുപോയതുകൊണ്ട് തേങ്ങാക്കൊത്ത് മാത്രം ചേർത്തില്ല. ഇതിപ്പം കാരച്ചട്ടിയിലോട്ട്, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട്, ഇത് അപ്പം മുങ്ങാനുള്ളത്ര ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ച് നല്ല തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഓരോന്നായിട്ട് ഒഴിച്ച് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് മാത്രമാണ് ഞാൻ മിസ്സായിരിക്കുന്നത്. നിങ്ങൾ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത്, തേങ്ങാക്കൊത്ത് നെയ്യിൽ വഴറ്റിയിട്ട് ഒന്ന് ഈ മാവിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അരി കുതിർക്കാനുള്ള സമയം ഈസിയാണ്. അരി കുതിർക്കാനുള്ള ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ കുതിർത്താലും മതി. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആട്ടപ്പൊടിക്ക് പകരം മൈദയും ചേർക്കാം. ഒരു സ്പൂണോ ഒരു തവിയോ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റും ഉണ്ടായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണേ.